നമസ്കാരം. റിയൽ ന്യൂസ്. കോമുള്ളി പുതുക്കോട്ടുശാല ദുർഗാക്ഷേത്ര സമിതിയും രാമായണ വിചാരവേദിയും സംയുക്തമായി സംഘടിപ്പിച്ച രാമായണോത്സവം സമാപിച്ചു. കോഴിക്കോട് മാതാ അമൃതാനന്ദമയി മഠാധിപതി സംപൂജ്യ സ്വാമി വിവേകാമൃതാനന്ദപുരി ഉദ്ഘാടനം ചെയ്തു. രാമായണം മനുഷ്യജീവിതത്തിന്റെയും സമൂഹത്തിന്റെയും വഴികാട്ടിയാണെന്ന് അദ്ദേഹം പറഞ്ഞു. രാമായണോത്സവത്തിന്റെ ഭാഗമായി ഏർപ്പെടുത്തിയ രാഘവസ്മൃതി പുരസ്കാരം കക്കാട്ട് ഗംഗാധരൻ മാസ്റ്റർക്ക് അനിൽകുമാർ വള്ളിൽ ചടങ്ങിൽ വെച്ച് കൈമാറി. കോമുള്ളി പുതുക്കോട്ടുശാല ദുർഗാക്ഷേത്ര സമിതിയും രാമായണ വിചാരവേദിയും സംയുക്തമായാണ് രാമായണോത്സവം സംഘടിപ്പിച്ചത്. 2 ദിവസങ്ങളിലായി സംഘടിപ്പിച്ച പരിപാടിയുടെ സമാപന പരിപാടി കോഴിക്കോട് മാതാ അമൃതാനന്ദമയി മഠാധിപതി സംപൂജ്യ സ്വാമി വിവേകാമൃതാനന്ദപുരി ഉദ്ഘാടനം ചെയ്തു. രാമായണം മനുഷ്യജീവിതത്തിന്റെയും സമൂഹത്തിന്റെയും വഴികാട്ടിയാണെന്ന് പറഞ്ഞു. ഇരുളിലാണ്ടുപോയ ജനങ്ങളെ കൈപിടിച്ച് അവരെ നയിക്കുവാൻ രാമായണം പോലെ കഴിവുള്ള ഒരു ഗ്രന്ഥം മറ്റെവിടെയെങ്കിലും ഉണ്ടോ എന്ന് സംശയമാണ്. മഹാഭാരതം ഗഹനമാണ്, സമുദ്രം പോലെയാണ്. പരപ്പുണ്ട്, ആഴവുമുണ്ട്, രണ്ടുമുണ്ട്. രാമായണം ഒരു നദി പോലെയാണ്, ഒരു പ്രവാഹമാണ്, അതിമനോഹരമായ ഒരു പ്രവാഹമാണ് രാമായണം. അത് അനേകം ജനവിഭാഗങ്ങളെ, ദേശങ്ങളെ തൊട്ട് തഴുകി തലോടി ഒഴുകുന്ന, അതിനെ പുഷ്ടിപ്പെടുത്തുന്ന, അതിനെ ഐശ്വര്യമാക്കി തീർക്കുന്ന ആ ഒരു പ്രക്രിയയാണ് നമുക്ക് വാൽമീകി മഹർഷി രാമായണം രചിച്ചപ്പോൾ അതിലൂടെ നമുക്ക് ലഭിച്ചത്. സാംസ്കാരിക ആധ്യാത്മിക പ്രഭാഷകൻ KC വിനയരാജ് വളയന്നൂർ മുഖ്യപ്രഭാഷണം നടത്തി. പുതുതലമുറയിലേക്ക് രാമായണത്തിലെ മൂല്യങ്ങൾ പകർന്നു നൽകേണ്ടത് സമൂഹത്തിന്റെ ഉത്തരവാദിത്വമാണെന്ന് അദ്ദേഹം പറഞ്ഞു. രാമായണോത്സവത്തിന്റെ ഭാഗമായി ഏർപ്പെടുത്തിയ രാഘവസ്മൃതി പുരസ്കാരം കക്കാട്ട് ഗംഗാധരൻ മാസ്റ്റർക്ക് മലബാർ മെഡിക്കൽ കോളേജ് ചെയർമാൻ അനിൽകുമാർ വള്ളിൽ ചടങ്ങിൽ വെച്ച് കൈമാറി. സ്വാഗത സംഘം ചെയർമാൻ തെക്കേയിൽ സതീശൻ മാസ്റ്റർ അധ്യക്ഷനായി. രാമായണോത്സവത്തിന്റെ ഭാഗമായി UP ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി രാമായണ പ്രശ്നോത്തരി മത്സരങ്ങളിൽ വിജയിച്ചവർക്കും മുതിർന്നവർക്കുമുള്ള രാമായണ പാരായണ മത്സര വിജയികൾക്കുള്ള സമ്മാനങ്ങളും ചടങ്ങിൽ വെച്ച് വിതരണം ചെയ്തു. സ്വാഗത സംഘം രക്ഷാധികാരി തെക്കേയിൽ ഗംഗാധരൻ നായർ, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ TP കൃഷ്ണൻ, ജനറൽ കൺവീനർ TP ദിനേശൻ, റജി തായങ്ങോട്ട് എന്നിവർ സംസാരിച്ചു. രാമായണ സദസ്സിൽ കൂമുള്ളി നളന്ദ ബാലഗോകുലാംഗങ്ങളുടെ നൃത്തസംഗീത ശില്പം അരങ്ങേറി. റിയൽ ന്യൂസ്, ബാലുശ്ശേരി.